ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ദീപൻ വ്ളോഗ്സ്. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുഞ്ചിറള ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഭദ്രയും ദുർഗയും ഒരുമിച്ച് കൂടി കൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ പ്രശസ്തമായ കേട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കുഞ്ചിറള ശ്രീ ഭഗവതി ക്ഷേത്രം. വടക്ക് ദർശനമുള്ള ക്ഷേത്രത്തിൽ ഒന്നാണ് കുഞ്ചിറള ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും അല്ലെങ്കിൽ വിശ്വാസികളായ പ്രാദേശികമായിട്ടൊക്കെ എല്ലാവർക്കും അറിയാം, ആറ്റുകാൽ ദേവിയുടെ മൂത്ത ജ്യേഷ്ഠത്തിയായിട്ടാണ് ഭദ്ര, അതായത് ശാന്തസ്വരൂപിണിയായ ദേവിയെ അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ടാം ഉത്സവ ദിവസമാണ് അമ്മയുടെ നാള് പ്രകാരം ഉത്സവത്തിന് കൊടിയേറ്റം തുടങ്ങുന്നത്. അപ്പോൾ മാങ്കോട്ട് വീട്ടിൽ അമ്മയുടെ മുടിയാട ഘോഷയാത്രയായി കൊണ്ടുവന്ന് കാപ്പ് കെട്ടി മുടിയാട ചാർത്തി തോറ്റംപാട്ട് പാടിയാണ് ഉത്സവം കൊടിയേറുന്നത്. അപ്പം അവിടുത്തെ വിശേഷങ്ങളും ആ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മൂന്നാം ദിവസമാണ്, അതായത് ഇന്ന് കുത്തിയോട്ടം, കുട്ടികളെ വ്രതം നിർത്തുന്നു. ആ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കുഞ്ചിറള ക്ഷേത്രത്തിൽ വന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. 1 ലക്ഷം ദീപം തെളിയിച്ച ഏക ക്ഷേത്രങ്ങളിലൊന്നാണ് കുഞ്ചിറള. വലിയ ആഘോഷം തന്നെയാണ് കേട്ടോ. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളിവിടെ കളിച്ച് എപ്പോഴും ഈ അമ്പലത്തിലായിരുന്നു. സ്കൂളിൽ തന്നെ ഞങ്ങൾ പോകാതെ ഇവിടെ തന്നെ കറങ്ങി നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മയാണ്. ദേവിയെ ചാർത്താനുള്ള മുടിയാടയുമായിട്ട് ആ ക്ഷേത്ര കുടുംബക്കാർ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ ക്ഷേത്ര പൂജാരിയുടെ കയ്യിലോട്ട് കൈമാറും. അതിനുശേഷം അവിടെ നടക്കുന്ന ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും അവിടെ നിന്നുകൊണ്ടുള്ള ആ ദീപാരാധന പുറത്തെ പച്ചപ്പന്തലിലോട്ട് കൊടുക്കുകയും അതിനുശേഷം ആ വിളക്ക് തെളിയിക്കുകയും അതോടുകൂടി തന്നെ ഉത്സവത്തിന് കൊടിയേറ്റം ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി എന്തെങ്കിലും വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. അവർ അത് ദേവിയെ ചാർത്താൻ വേണ്ടിയിട്ട് അകത്ത് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പുറത്തെ കുറച്ച് കാഴ്ചകളെ കാണാം. സീരിയൽ ലൈറ്റ്സൊക്കെ കൊണ്ട് കളറായിട്ടുണ്ട്, അതൊരു രക്ഷയില്ലാട്ടോ. അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളൊക്കെ ആ സൈഡിലൊക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കൊച്ചിലൊക്കെ ഞങ്ങൾ ഒരുപാട് കുട്ടികൾ ഞങ്ങളിവിടെ ഒരുമിച്ച് കളിച്ച് നടന്ന ഞങ്ങളുടെ ഒരു കുഞ്ഞ് അമ്പലം തന്നെയാണ്. ഇപ്പോഴും ആ ഒരു മനസ്സും എന്താ പറയുക, അതൊക്കെ ഓർമ്മകളായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. പച്ചപ്പന്തലിൽ അങ്ങനെ താണ്ട ദീപം കൊണ്ട് തെളിയിച്ച് അങ്ങനെ ഉത്സവത്തിന് കൊടിയേറ്റം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും ദീപമൊക്കെ തൊഴുതു. നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ പച്ചപ്പന്തലിലോട്ടുള്ള ദീപം തെളിയിക്കുന്ന കാഴ്ച കാണാം. തോറ്റം പാട്ട് പാടി. മൂന്നാം ദിവസം തന്നെ ബാലന്മാര് കുത്തിയോട്ടത്തിനായിട്ട് അവരുടെ രാവിലത്തെ ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 8 ദിവസം ഈ കുട്ടികൾ ഈ ക്ഷേത്രത്തിൽ തന്നെയായിരിക്കും. അതിൻ്റെ വ്രതശുദ്ധിയോടെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തും. ദേവി അകമ്പടി സേവിക്കുന്ന സമയത്ത് ഇവർ തന്നെയായിരിക്കും അണിഞ്ഞൊരുങ്ങി നമ്മുടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മണക്കാട് അവിടെ പോയി തിരികെ വരുന്നവർ ഈ കുട്ടികൾ ഇനി ഇവിടെ തന്നെയായിരിക്കും. അപ്പം നമുക്കിനി ക്ഷേത്രത്തിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ മാത്രമല്ല പൊങ്കാല കാഴ്ച ചെറിയൊരു വീഡിയോ ആയിട്ട് അത് വരുന്നുണ്ട്. ബൈ ബൈ.